Okay, so what the revision? Adila main added section B questions practice here automatically additional parayanala and the section B type question practice and main item okay, first BPP revision itle Annie in one question BPP revision it Annie. Okay, so first Annie runs a retail clothing shop. She is registered for VAT and is in the process of completing her VAT return for the quarter ended 30th November. Okay, normal case VAT return file in the question quarterly basis 3 month normal case file but September, October, November, these 3 months, September, October, November, 3 months normal case return file. Then the following information is available. All figures are exclusive. Clear ആയിട്ട് പറഞ്ഞിരിക്കുക എല്ലാ figures exclusive. Then cash sales amounted 42,000, of which 28,000 in respect of sales of other clothing that is standard rated. നമുക്കറിയാം സ്റ്റാൻഡേർഡ് റേറ്റഡ് ആണെങ്കിൽ 28,000 into 20% പേ ചെയ്യണം എക്സ്ക്ലൂസീവ് ആണ്. And 14,000 was in respect of zero rated. Zero rated എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വാറ്റ് ഒന്നും പേ ചെയ്യണ്ട 14,000 into 0%. Then sales invoice totaling 12,000 were issued in respect of credit sales. These sales were all standard rated. And it states on her invoice that there is a 5% discount for payment within 1 month of the date of the sales invoice. 90% customers pay within this period. The sales figure 12,000 is stated before any deduction for the 5% discount. നമുക്കറിയാം നോർമൽ കേസിൽ നമ്മൾ കസ്റ്റമേഴ്സിന് ഡിസ്കൗണ്ട് ഓഫർ ചെയ്തെങ്കിൽ ആക്ച്വലി നമ്മൾ എത്ര എമൗണ്ട് ആണോ റിസീവ് ചെയ്തേ ആ എമൗണ്ടിന് നമ്മൾ വാറ്റ് കൊടുത്താൽ മതി എന്നാണ് നോർമൽ കേസിലെ റൂള്. സോ ഇവിടെ നമ്മൾ 5% ഡിസ്കൗണ്ട് കൊടുത്തു, എന്നിട്ട് 90% കസ്റ്റമേഴ്സ് ആ ടൈം പീരീഡിനുള്ളിൽ തന്നെ പേ ചെയ്തു. അപ്പൊ 90% കസ്റ്റമേഴ്സ് ഓഫർ അക്സെപ്റ്റ് ചെയ്തുള്ളൂ. നമ്മൾ എങ്ങനെ വാറ്റ് എമൗണ്ട് കണ്ടുപിടിക്കാം? 12,000 ആണ് ക്രെഡിറ്റ് സെയിൽ എമൗണ്ട്. 5% ഡിസ്കൗണ്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ 95% ആണ് നമ്മൾ റിസീവ് ചെയ്തത്. ദെൻ അതുപോലെ തന്നെ അതിന്റെ 90% കസ്റ്റമേഴ്സ് ഓഫർ അക്സെപ്റ്റ് ചെയ്തു. വാറ്റിന്റെ റേറ്റ് 20%. ദെൻ പ്ലസ് 12,000 എമൗണ്ട് 90% അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ റിമൈനിങ് 10% അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. സോ ബാലൻസ് ഇൻറ്റു 20% ആഡ് ചെയ്തേ. Okay. $2,292 കിട്ടി. ജസ്റ്റ് ഇങ്ങനെ സെക്ഷൻ ബി ടൈപ്പ് ക്വസ്റ്റൻ ഒക്കെ വായിക്കുന്ന ഒപ്പം തന്നെ എഴുതി പോണം. വീണ്ടും റിപ്പീറ്റ് വായിക്കാനുള്ള ഒരു ടൈം നമുക്ക് കിട്ടില്ല. 18 മിനിറ്റ്സ് ആണ്. അതൊരു 15 മിനിറ്റ്സും കൊണ്ടെങ്കിലും ചെയ്തെത്താവുന്ന രീതിയിലേക്ക് പ്രാക്ടീസ് ചെയ്തെത്തണം. Then purchase and expense invoice totaling 19,200 was received from VAT registered suppliers. This figure is made up as follows. അപ്പൊ നിങ്ങൾക്കൊരു പർച്ചേസും എക്സ്പെൻസും വന്നു. നിങ്ങളുടെ സീറോ റേറ്റ് ഐറ്റവും സപ്ലൈ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് റേറ്റ് ഐറ്റവും സപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു കാര്യം നമ്മൾ ഓർത്തോണം, നിങ്ങളൊരു സ്റ്റാൻഡേർഡ് സപ്ലയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് വാറ്റ് പേ ചെയ്യണം. സീറോ സപ്ലയർ ആണെങ്കിൽ ഔട്ട്പുട്ട് വാറ്റ് പേ ചെയ്യണ്ട. ബട്ട് സ്റ്റാൻഡേർഡ് റേറ്റ് സപ്ലയർ ആണെങ്കിലും സീറോ റേറ്റ് സപ്ലയർ ആണെങ്കിലും ഇൻപുട്ട് വാറ്റ് റിക്കവർ ചെയ്യാം. ബട്ട് റിക്കവർ ചെയ്യാം എന്ന് പറയുമ്പോൾ അവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഉണ്ടാകരുത്. നിങ്ങൾ പർച്ചേസ് ചെയ്ത ഐറ്റം സ്റ്റാൻഡേർഡ് റേറ്റ് ഐറ്റം പർച്ചേസ് ചെയ്തെങ്കിൽ അതിന്റെ എമൗണ്ട് മാത്രമേ നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇൻപുട്ട് വാറ്റ് റിക്കവർ ചെയ്യാം എന്നല്ലേ പറയുന്നേ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വാറ്റ് റിക്കവർ ചെയ്യാം. നിങ്ങൾ എന്തെങ്കിലും അങ്ങോട്ട് കൊടുത്തെങ്കിൽ അത് നിങ്ങൾക്ക് റിക്കവർ ചെയ്യാം എന്നേ മീനിങ് ഉള്ളൂ. സീറോ റേറ്റ് ഐറ്റം പർച്ചേസ് ചെയ്തപ്പോൾ നിങ്ങൾ 1 രൂപ പോലും വാറ്റ് കൊടുത്തിട്ടില്ല, അതിനാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റിക്കവർ ചെയ്യാൻ പറ്റില്ല. എക്സംഡ് ഐറ്റംസ് എന്തെങ്കിലും പർച്ചേസ് ചെയ്തപ്പോഴും നിങ്ങൾ വാറ്റ് പേ ചെയ്തില്ല, അതിനാൽ തന്നെ നിങ്ങൾക്ക് ഇൻപുട്ട് വാറ്റ് റിക്കവർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഓർത്തിരുന്നോണം, ഇൻപുട്ട് വാറ്റ് റിക്കവറബിൾ എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ പർച്ചേസ് ചെയ്തത് ഒരു സ്റ്റാൻഡേർഡ് ഐറ്റം, നിങ്ങൾ സീറോ റേറ്റ് സപ്ലയർ ആയിക്കോട്ടെ സ്റ്റാൻഡേർഡ് റേറ്റ് സപ്ലയർ ആയിക്കോട്ടെ, നിങ്ങൾ പർച്ചേസ് ചെയ്ത ഐറ്റം ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് ഐറ്റം പർച്ചേസ് ചെയ്തെങ്കിൽ മാത്രമേ ഇൻപുട്ട് വാറ്റ് റിക്കവറബിൾ ഉള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക.
On 30th November 22, Annie wrote of two impairment losses that were in respect of a standard rate credit sales. The first impairment loss was 300 and was in respect of sales invoice due for the payment of 15th July 22. And the second impairment loss 800 was in respect of sales due for the payment of 10th April 22. അപ്പൊ നമുക്കറിയാം രണ്ട് ഇമ്പയർമെന്റ് ലോസ് അറൈസ് ആയിട്ടുണ്ട്. നിങ്ങളിപ്പോ പ്രിപ്പയർ ചെയ്യുന്നത് 30th November 22 ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. 30th November പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം എന്തായാലും ജൂലൈയുടെ വരത്തില്ല അല്ലെ. ഫ്രണ്ടിലേക്ക് 6 month കൗണ്ട് ചെയ്യുമ്പോൾ ജൂലൈ ടു ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി. 15th January 23 ആയാലേ 6 month വരത്തുള്ളൂ. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഡിഡക്ഷൻ അലൗഡ് അല്ല. ദെൻ ഏപ്രിലിന് ഫ്രണ്ടിലേക്ക് 6 month കൗണ്ട് ചെയ്യും. ഏപ്രിൽ ടു മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ആൻഡ് ഒക്ടോബർ. 10th October 22 ആയപ്പോൾ 6 month ആയി. അതുകൊണ്ട് 30th November എന്നുള്ള ടൈം പീരീഡിൽ നിങ്ങൾക്ക് ഡിഡക്ഷൻ അലൗഡ് ആണ് 800. നമുക്കറിയാം 800 into 20%. Then Annie does not use the cash accounting scheme, but she is considering using the scheme. First one, what is the amount of output tax on cash sales payable by Annie for the quarter ended November? Cash sales in the output part എത്രയാണ്? ഇതുണ്ടോ cash sales ഇതാ 28,000 into 20%. പെട്ടെന്ന് പറഞ്ഞ എല്ലാരും. Okay. 5,600. 28,000 into 20% ചെയ്താൽ മതി. That is 5,600. ഇനി what is the amount of output tax on credit sale? Credit sale മിക്കവരോട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും സൈഡില്. ഏതാ amount കിട്ടിയേ? 2292 അല്ലെ. 2,000 into 90% into 95% into 20% plus നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചതാണ് 2,292. കിട്ടിയതല്ലേ എല്ലാവർക്കും? Okay. Then, what is the amount of input tax recoverable by Annie for the quarter ended 30th November 22? Input tax എത്ര റിക്കവർ ചെയ്യാം? എത്രയാ? ഇതിന്റെ നമുക്കറിയാം എക്സ്പെൻസ്, പർച്ചേസ് ആൻഡ് എക്സ്പെൻസിന്റെ ഏതാ? സ്റ്റാൻഡേർഡ് റേറ്റ് ആയി 11,200. ഇമ്പയർമെന്റ് ലോസ് എത്രയാ? 800. So that means 11,200 plus 800. That means 12,000ന്റെ 20%. കണ്ടുപിടിച്ചേ. 2,000. Okay, 2,400. Then, which were the following statement about cash accounting scheme are correct? ഏതൊക്കെയായിരിക്കാം ക്യാഷ് അക്കൗണ്ടിങ് സ്കീമുമായിട്ട് റിലേറ്റ് ചെയ്ത് കറക്റ്റ്? നിങ്ങളുടെ റിവിഷൻ കീറ്റില് ഫ്ലാറ്റ് റേറ്റ് സ്കീമിന്റെ പലയിടത്തും ബാക്കിലെ ആൻസേഴ്സ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഫ്ലാറ്റ് റേറ്റ് സ്കീമിന്റെ ലിമിറ്റ്. Annie will be permitted to join the scheme if he expected taxable turnover for the next 12 months does not exceed 1,350,000. Then നമുക്കറിയാം ഇത് നമ്മൾ നോർമലി 9 monthly പേയ്മെന്റ് എന്ന് പറഞ്ഞ ആനുവൽ അക്കൗണ്ടിങ് സ്കീമിന്റെ കേസാണ്. Then Annie will be permitted to join the scheme if she is up to date with her VAT payment, but not necessarily up to date for VAT return. അത് നമുക്കറിയാം എലിജിബിൾ അല്ല. Then, if the value of Annie's taxable supplies exceeds 1,600,000, നമുക്കറിയാം ലീവ് ചെയ്യണം സ്കീമിൽ നിന്ന്. ജോയിൻ ചെയ്യാനുള്ള ലിമിറ്റ് 1,350,000, ലീവ് ചെയ്യാനുള്ള ലിമിറ്റ് 1,600,000 ആയിരിക്കും. Then, question number 279. Joining limit and advantage or not advantage. Question വായിച്ചു നോക്കിയേ.
Identify by clicking on the relevant boxes in the table below whether each of the following statement are the advantages of Annie's cash accounting scheme. Reduced amount of output VAT payable. Cash accounting scheme join ചെയ്യുന്നതുകൊണ്ട് output VAT വല്ലതും reduce ആവോ? ഒരു ഔട്ട്പുട്ട് വാറ്റ് ഒന്നും റെഡ്യൂസ് ആവില്ല, ജസ്റ്റ് ഒരു ഡിലേ വരും, അതായത് ക്യാഷ് ആയിട്ട് റിസീവ് ചെയ്യുന്നിടം വരെ ഡിലേ വരും എന്നുള്ളതേ ഉള്ളൂ. നോട്ട് അഡ്വാൻറ്റേജ്. ഓട്ടോമാറ്റിക് ഇമ്പയർമെന്റ് ലോസ് റിലീഫ് എലിജിബിൾ ആണ്. ഒൺലി വൺ വാറ്റ് റിട്ടേൺ ഈച്ച് ഇയർ എന്നുള്ളത് അഡ്വാൻറ്റേജ് ആണോ? അത് ഏതിന്റെയാ? അത് ആനുവൽ അക്കൗണ്ടിങ് സ്കീം ആണ്. Then output VAT of 10% credit sale will be accounted for 1 month later than at present. അത് മിക്കവർക്കും മനസ്സിലാകാൻ ബുദ്ധിമുട്ടുള്ള ഒരു ടൈം ആണ്. അത് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ക്രെഡിറ്റ് സെയിൽ നടത്തി, ക്രെഡിറ്റ് സെയിൽ നടത്തുവാണെങ്കിൽ നമുക്കറിയാം നോർമൽ കേസിൽ ക്യാഷ് ആയിട്ട് റിസീവ് ചെയ്യുമ്പോൾ മാറ്റി കൊടുത്താൽ മതി. നിങ്ങൾ ചിലപ്പോൾ ക്രെഡിറ്റ് സെയിൽ നടത്തുന്ന 1 month ആയിരിക്കാൻ ഡ്യൂ ഡേറ്റ് വെച്ചിരിക്കുന്നത്, 1 monthന് ശേഷം തന്നാൽ മതി. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ആ 1 month ആക്ച്വലി നമുക്ക് റിലാക്സേഷൻ അല്ലെ. ക്യാഷ് ആയിട്ട് 1 month കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് പേ ചെയ്താൽ മതി? വാറ്റ് പേ ചെയ്താൽ മതി. Then Starfish Limited. Starfish Limited. Starfish Limited, a retailing company, ceased trading on 31st March and deregistered from VAT on that date. The following relates to the company's final VAT return for the quarter ended March 23. Cash sales revenue amounted 41,160, of which 38,520 was in respect of standardized sales, 2,640 was in respect of zero rate sales. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇത് ജസ്റ്റ് ലാസ്റ്റ് ഒന്ന് നോക്കണം. ഇതുണ്ടോ? Unless otherwise stated, all of the above figures are inclusive of VAT. പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ലെങ്കിൽ above figures are inclusive ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇവിടെ 38,520 സ്റ്റാൻഡേർഡ് റേറ്റ് ആണ്. അപ്പൊ 38,520 into 20 divided by 120 ആണ് ചെയ്യേണ്ടത്. ഇത് സീറോ റേറ്റഡും ആണ്. Then sales invoice totaling 2,000 were issued in respect of credit sales revenue, and this figure is exclusive of VAT. ഇത് എക്സ്ക്ലൂസീവ് എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്രെഡിറ്റ് സെയിൽ ആണെന്ന് ഓർത്തോണം. Then and the sales were all standard rated. Starfish Limited states that its invoice that it offers all of its credit sales customers 4% discount for payment within 14 days of the date of sales invoice. 60% of the customers paid within this period. നമ്മളോട് പറഞ്ഞ 4% ഡിസ്കൗണ്ട് ആണ് കൊടുത്തിരിക്കുന്നത്. ഓഫർ അക്സെപ്റ്റ് ചെയ്തത് 60%. നമ്മൾ ഇതുപോലത്തെ ഒരു സിമിലർ ചെയ്ത് നമുക്കറിയാം സെയിൽസ് എമൗണ്ട് ഇൻറ്റു 4% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 96% റിസീവ് ചെയ്തു, ഇൻറ്റു 60% ഓഫർ അക്സെപ്റ്റ് ചെയ്തു, ഇൻറ്റു ഇവിടെ എക്സ്ക്ലൂസീവ് ആണ് therefore 20% പ്ലസ് 2,000 ഇൻറ്റു റിമൈനിങ് 40% ഇൻറ്റു 20%. ചെയ്ത് നോക്കിയ എല്ലാവരും. Okay, 390. Then, in addition to the above sales revenue, Starfish Limited sold its remaining inventory on 31st March 23 for 28,800. നമ്മളോട് പറയുക മേളിൽ പറഞ്ഞത് കൂടാണ്ട് ഓൾറെഡി എത്രയാണ് 28,800 ഇൻവെന്ററി സെയിൽ ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞേ. ഇവിടെ ഇൻക്ലൂസീവ് ഓർ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞിട്ടില്ല. ദാറ്റ് മീൻസ് 20 divided by 120 ഇൻക്ലൂസീവ്. Then there were no purchase of inventory. Okay, 4,800. There were no purchase of inventory during this period. The standard rate expenses amounted 69,960, of which 4,320 was in respect of entertaining UK customers.
നമുക്കറിയാം എന്റർടൈനിങ് UK കസ്റ്റമേഴ്സ് അലൗഡ് അല്ല. അതുകൊണ്ട് 69,960 ആണ് ടോട്ടൽ എക്സ്പെൻസ്. അതിൽ കസ്റ്റമേഴ്സിനെ എന്റർടൈൻ ചെയ്യാൻ വന്നിരിക്കുന്ന അലൗഡ് അല്ല. ഡിഡക്ട് ചെയ്തിട്ട് ബാലൻസ് ഇൻറ്റു 20 ഡിവൈഡ് ബൈ 120 ആയിരിക്കും എക്സ്പെൻസ് എടുക്കുക. Then Starfish Limited wrote off an impairment loss on 31st March 23 in respect of sales invoice exclusive of VAT that was due for the payment 8th August 22. ഔട്ട്പുട്ട് വേർഡ് ശ്രദ്ധിക്കണം. എപ്പോഴും പ്രത്യേകിച്ച് വാറ്റിന്റെ അവിടെ നോർമലി സ്റ്റുഡൻസ് മാർക്ക് സ്കോർ ചെയ്യുന്ന പൊതുവെ കുറവ് കാണാറുണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. കണ്ടോ, ഇവിടെ ഇമ്പയർമെന്റ് ലോസ് എന്ന് പറഞ്ഞാലും അത് കഴിഞ്ഞ് വന്നിരിക്കുന്ന ഔട്ട്പുട്ട് വാറ്റ് ഫിഗർ. അപ്പം ആ സെയിം ഫിഗർ നിങ്ങൾ ഇൻപുട്ട് വാറ്റായിട്ട് ഡിഡക്ട് ചെയ്താൽ മതി. അല്ലാണ്ട് 20%ഓ 20 ഡിവൈഡ് ബൈ 120 ഒന്നും വീണ്ടും ചെയ്ത് ടൈം കളയരുത്. ഇത് ഡയറക്ട്ലി ഈ എമൗണ്ട് ഇൻപുട്ട് വാറ്റായിട്ട് ഡിഡക്ട് ചെയ്താൽ മതി. ഇനി ചെയ്യാൻ പറ്റൂലെന്ന് ചെക്ക് ചെയ്യണം. ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 8th August 22. സോ ദാറ്റ് മീൻസ് 8th August 22 നിന്ന് ഫ്രണ്ടിലേക്ക് 6 month കൗണ്ട് ചെയ്യും. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി നമുക്ക് കൗണ്ട് ചെയ്യാം അല്ലെ, ഓർ ഡിഡക്ട് ചെയ്യാം. കാരണം ഫെബ്രുവരിയിലാണ് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്ന മാർച്ച് എന്നുള്ള ക്വാർട്ടറാണ് 384 ഡിഡക്ട് ചെയ്യാം. On 31st March 23, the company sold all of its machinery 31,200 and a car 9,600. The car was used 30% privately by a director of Starfish Limited. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാറാണ്. കാർ ബോത്ത് ബിസിനസ് ആൻഡ് പ്രൈവറ്റ് ആണ്. കോസ്റ്റ് ഡിഡക്ഷൻ അലൗഡ് അല്ല. അതേസമയം ഇവിടെ സെയിൽസ് മെഷീനറി അത് നമുക്കറിയാം നോർമൽ കേസിൽ ഡിഡക്ട് ചെയ്യാം. 31,200 ഡിവൈഡ് ബൈ 120 into 20. Then all above figures are inclusive നമ്മൾ പറഞ്ഞിരുന്നു. Then S Limited did not use cash on this. Okay. What is the amount of output tax on credit sale payable by Starfish Limited for the quarter ended March 23? Already ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. Okay, 390. Then what is the amount of output tax other than credit sale payable by Starfish Limited? ഔട്ട്പുട്ട് ടാക്സ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ക്രെഡിറ്റ് സെയിൽ കൺസിഡർ ചെയ്യേണ്ട അല്ലാതെ ഔട്ട്പുട്ട് ടാക്സ്. അപ്പൊ നമ്മളിവിടെ നോക്കുമ്പോൾ ഒന്നിച്ചാടിയതാണ്, ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് ടൈം കളയണ്ട. ആദ്യത്തെ ഫസ്റ്റ് 38,520 ഒരു എമൗണ്ട് ഉണ്ട്. 38,520 പ്ലസ് ഇത് കണ്ടോ അതർ ഇൻവെന്ററി സെയിൽ ചെയ്ത പ്ലസ് 28,800 പ്ലസ് ഒരു മെഷീനറി സെയിൽ ചെയ്ത് ഔട്ട്പുട്ട് പാർട്ട് ഫുള്ളാണ് യോജിക്കുന്നത്. ഒരു മെഷീനറി സെയിൽ ചെയ്തു 31,200. അപ്പൊ ടോട്ടൽ 98,520 കിട്ടി. ഡിവൈഡഡ് ബൈ 120 into 20. Okay, 16,420. Then what is the amount of input tax recoverable by Starfish Limited for the quarter ended March 23? എന്തുമാത്രം എമൗണ്ട് ആയിരിക്കാം ഇൻപുട്ട് ടാക്സ് റിക്കവർ ചെയ്യാവുന്ന? ഓർത്തോണം, ഇൻപുട്ട് ടാക്സ് റിക്കവർ ചെയ്യാവുന്ന. ഇനി നിങ്ങളുടെ ഇൻപുട്ട് ടാക്സിന്റെ കേസിലേക്ക് നിങ്ങളുടെ ടോട്ടൽ എക്സ്പെൻസ് 69,960 ആണ്. അതിൽ 4,320 എലിജിബിൾ അല്ല. ബാലൻസ് ഡിവൈഡഡ് ബൈ 120 into 20, 10,940 പ്ലസ് അതിന്റെ കൂടെ എങ്ങനെയായിരിക്കും 384 കൂടെ ആഡ് ചെയ്യണം. 384 അത് ഓൾറെഡി ഔട്ട്പുട്ട് വാറ്റ് ഫിഗർ ആണ്. സോ നമുക്കറിയാം നേരെ അതേപടി ഇൻപുട്ട് വാറ്റ് ആയിട്ട് നമ്മൾ ഡിഡക്ട് ചെയ്യും. ഓക്കെ, 11,324. From which date would default interest be payable if Starfish Limited is late paying for the quarter ended March 23?
മാർച്ച് 23 നമ്മൾ ലേറ്റ് ആയിട്ടാണ് പേ ചെയ്തതെങ്കിൽ എന്ന് മുതൽ ഫ്രം വിച്ച് ഡേറ്റ് ഡീഫാൾട്ട് ഇൻട്രസ്റ്റ് എന്ന് മുതൽ പേ ചെയ്യണം. നോർമലി നമുക്കറിയാം നമ്മുടെ ഫയലിംഗ് ഡേറ്റ് ആൻഡ് പേയ്മെന്റ് മാർച്ച് ക്വാർട്ടർ ആണെങ്കിൽ അതിന്റെ ഫയലിംഗ് ഡേറ്റ് ആൻഡ് പേയ്മെന്റ് ഡേറ്റ് എന്നാ 1 month and 7 days അല്ലെ. അപ്പൊ 1 month and 7 days ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 31st മാർച്ച് ഏപ്രിൽ മെയ് 7th മെയ്യിലാണ് നോർമൽ കേസിൽ നമ്മൾ ഫയൽ ചെയ്യുന്നത്. അപ്പൊ പിന്നെ നമ്മൾ അത് പേ ചെയ്തില്ലെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ് എന്ന് മുതൽ കൊടുക്കണം? 7th May 23 മുതൽ. ആക്ച്വലി എന്നായിരുന്നോ ചെയ്യേണ്ടത് ആ ഡേറ്റ് മുതലായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്, പേ ചെയ്യേണ്ടത്. Then which of the following would be consequence for VAT if Starfish Limited instead sold its entire business as a going concern to a single VAT registered purchaser? എന്താ ഗോയിങ് കൺസേൺ എന്ന് പറഞ്ഞു? കണ്ടിന്യൂയിങ് ബിസിനസ്. ഗോയിങ് കൺസേൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഞാൻ എന്റെ ബിസിനസ് നോർമൽ കേസിൽ ഞാൻ ഒരു ബിസിനസ് സീസ് ചെയ്താൽ അതിന് വാറ്റ് കൊടുക്കണം എന്നാണ് റൂള്. ബട്ട് ഞാൻ ഇന്ന് ബിസിനസ് സീസ് ചെയ്തു അല്ലെ സ്റ്റോപ്പ് ചെയ്തു, ആ സീസ് ചെയ്തത് നിങ്ങൾക്കാണ് ഞാൻ സീസ് ചെയ്തത്. അപ്പം ഇന്ന് വരെയുള്ള ഡേറ്റിൽ ഞാൻ ഓൾറെഡി വാറ്റ് ടാക്സ് അതോറിറ്റിക്ക് കൊടുത്തു. ഞാൻ ഇന്ന് ട്രേഡ് സീസ് ചെയ്താലും നാളെ നിങ്ങളിലേക്കാണ് ഞാൻ സെയിൽ ചെയ്തത്. നിങ്ങൾ നാളെ മുതൽ തന്നെ, ഇന്ന് ഞാൻ സെയിൽ ചെയ്തു സ്റ്റോപ്പ് ചെയ്തു, നാളെ മുതൽ തന്നെ നിങ്ങൾ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നു. അതായത് അവിടെ ആ ബിസിനസ്സിൽ ഒരു ബ്രേക്കോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. ദെൻ ഞാൻ എന്ത് ഐറ്റം ആണോ സെയിൽ ചെയ്തത് സെയിം നേച്ചർ പ്രൊഡക്റ്റ് തന്നെ നിങ്ങൾ സെയിൽ ചെയ്യുന്നു. ഞാനൊരു വാറ്റ് രജിസ്റ്റേർഡ് ട്രേഡർ ആണെങ്കിൽ നിങ്ങളും വാറ്റ് രജിസ്റ്റേർഡ് ട്രേഡർ ആണ്. അപ്പൊ നമുക്കറിയാം ടാക്സ് അതോറിറ്റിയെ സംബന്ധിച്ച് ഒരു നഷ്ടവും സംഭവിക്കുന്നില്ല. ഇന്ന് വരെ സെയിൽ ചെയ്ത ഗുഡ്സിന്റെ എല്ലാം വാറ്റ് ഞാൻ കൊടുക്കുന്നു, നാളെ മുതൽ ആ സെയിം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു, അതിന്റെ വാറ്റ് നിങ്ങളും കൊടുക്കുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ ഗോയിങ് കൺസേൺ എന്ന് പറയുക. അപ്പൊ നമ്മൾ നടത്തിയിരിക്കുന്ന ട്രാൻസാക്ഷൻ ഓർ ഡിസ്പോസൽ എന്ന് പറയുന്നത് അതൊരു ഗോയിങ് കൺസേൺ മെയ്ഡ് ആണെങ്കിൽ അതിന് സെപ്പറേറ്റ് ഔട്ട്പുട്ട് വാറ്റ് കൊടുക്കണ്ട. നമ്മുടെ ബിസിനസ്സിലെ ഇൻവെന്ററിക്കോ നോൺ കൺസെപ്റ്റ്സിനോ ഒന്നും നമ്മൾ സെപ്പറേറ്റ് ഒരു ഔട്ട്പുട്ട് വാറ്റ് പേ ചെയ്യണ്ട ഗോയിങ് കൺസേൺ ആണെങ്കിൽ. ഗോയിങ് കൺസേൺ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് ബിസിനസ് സീസ് ചെയ്തു, നാളെ മുതൽ തന്നെ നിങ്ങൾ ആ ബിസിനസ് റൺ ചെയ്യുന്നു, നേച്ചർ ഓഫ് പ്രൊഡക്റ്റ് മാറുന്നില്ല, ഞാൻ എന്താണോ സ്റ്റോപ്പ് ചെയ്തത് അല്ലെങ്കിൽ സീസ് ചെയ്തത് ആ സെയിം ബിസിനസ് തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നു, നമ്മൾ രണ്ടു കൂട്ടരും വാറ്റ് രജിസ്റ്റേർഡ് ട്രേഡറും ആണെങ്കിൽ. ക്ലിയർ ആണല്ലോ? Then Greenstone Limited, Greenstone Limited owns 60% of A Limited, 40% of B Limited, 90% of C Limited, and 70% of D. All of the companies are UK resident except for D. നമ്മളോട് പറഞ്ഞിങ്ങനെ ഡി യു കെ റെസിഡന്റ് അല്ലാന്ന്. ഡി യു കെ റെസിഡന്റ് അല്ലെങ്കിൽ ഒരിക്കലും വാറ്റ് ഗ്രൂപ്പിൽ മെമ്പർ ആകാൻ പറ്റില്ല. അതുപോലെ തന്നെ ബി എ ഓൾറെഡി 40% പറ്റിയിട്ടുള്ളൂ, ഹോൾഡ് ചെയ്തിട്ടുള്ളൂ ബിയില്. സോ ദാറ്റ് മീൻസ് ബിക്ക് ഒരിക്കലും വാറ്റ് ഗ്രൂപ്പിൽ മെമ്പർ ആകാൻ പറ്റില്ല. വാറ്റ് ഗ്രൂപ്പിൽ മെമ്പർ ആകണമെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും? ഡയറക്ട് ഹോൾഡിങ് മോർ ദാൻ 50% ഉണ്ടെങ്കിൽ, ഡയറക്ട് ഹോൾഡിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ വാറ്റ് ഗ്രൂപ്പിൽ മെമ്പർ ആകാൻ പറ്റൂ. ഒരു ഇൻഡിവിജ്വലിന് വാറ്റ് ഗ്രൂപ്പിൽ മെമ്പർ ആകാൻ പറ്റൂ? ഒരു ഇൻഡിവിജ്വലിന് വാറ്റ് ഗ്രൂപ്പിൽ മെമ്പർ ആകാൻ പറ്റൂ? ഇല്ല. പ്രത്യേകം ഓർത്തോണം, ഇൻഡിവിജ്വലിന്. ഇപ്പം എ ലിമിറ്റ് എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വല്, ഐ എന്ന് പറയുന്ന രണ്ട് കമ്പനീസ് തമ്മിൽ ചെയ്യാം. എന്ന ഇൻഡിവിജ്വലിന് ഒരിക്കലും വാറ്റ് ഗ്രൂപ്പിൽ മെമ്പർ ആകാൻ പറ്റും. ആണോ?
റെഡി ആയില്ലേ? ഓക്കെ, നമ്മൾ ഓർക്കേണ്ടത് നോർമൽ കേസിൽ ഒരു ഇൻഡിവിജ്വലിന് ഒരിക്കലും നമ്മുടെ വാറ്റ് ഗ്രൂപ്പിൽ മെമ്പർ ആകാൻ പറ്റില്ല എന്നുള്ള പോയിന്റ് പ്രത്യേകം ഓർത്തിരുന്നോണം. Then the following information is available in respect of the green zone VAT for the quarter ended 31st March 23. Then ഇവിടെ തന്നിരിക്കുന്നത് കണ്ടോ, ഔട്ട്പുട്ട് വാറ്റ് ഫിഗർ ആ തന്നിരിക്കുന്നത്. പിന്നെ വീണ്ടും നിങ്ങൾ 20% 20/120 കാൽക്കുലേറ്റ് ചെയ്യണോ? വേണ്ട, പ്രത്യേകം ഓർക്കണം. ഇവിടേക്ക് നിങ്ങൾക്ക് ശരിക്കും വാറ്റിന്റെ ഏരിയാസിൽ സ്റ്റുഡൻസിന് മിസ്റ്റേക്ക് വരുത്തുന്നത്. അവര് ഔട്ട്പുട്ട് വാറ്റിനൊന്നും കാണാതെ ഓർക്കാതെ പിന്നെയും കൊണ്ടുപോയി 20% ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, ഔട്ട്പുട്ട് വാറ്റ് ഫിഗർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 38,210 was charged in respect of sales. This figure includes output VAT of 400 on a deposit received on 29th March 23, which is in respect of a contract that is due to commence on 20th April 23. അപ്പൊ ഇവിടെ വേണമെങ്കിൽ ടാക്സ് പോയിന്റുമായിട്ട് റിലേറ്റ് ചെയ്താണ്. ഇപ്പൊ ഓർക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 20th April 23 ആണ് കമൻസ് ചെയ്യുക. അപ്പൊ ഇവിടുത്തെ ബേസിക് ടാക്സ് പോയിന്റ് കോൺട്രാക്ട് കമൻസ് ചെയ്തിരിക്കുന്ന ഒരു ഡേറ്റ് എന്നുള്ള രീതിയിലാണ് ബേസിക് ടാക്സ് പോയിന്റ് എന്ന് പറയുന്നത്. ബട്ട് നിങ്ങൾ ഡിപ്പോസിറ്റ് റിസീവ് ചെയ്ത് അതിന് ബിഫോർ ഡിപ്പോസിറ്റ് റിസീവ് ചെയ്ത്. സോ നമുക്കറിയാം ബിഫോർ ആണെങ്കിൽ ആ ബിഫോർ ഡേറ്റിനെയാണ് നമ്മൾ ആക്ച്വൽ ടാക്സ് പോയിന്റ് എന്ന് പറയും. അപ്പൊ ഇവിടുത്തെ ആക്ച്വൽ ടാക്സ് പോയിന്റ് ഏതാ? 29th March 22. അത് നിങ്ങളുടെ ഓൾറെഡി ഉള്ള ക്വാർട്ടറിൽ തന്നെയാണ്. അതുകൊണ്ട് ഈ ഔട്ട്പുട്ട് വാറ്റിൽ നിന്ന് 38,210 നമുക്ക് ഡിഡക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡയറക്ട്ലി ഔട്ട്പുട്ട് വാറ്റായ 38,210 കൺസിഡർ ചെയ്യാം. Then, in addition to the above, Green Zone Limited charge output VAT of 4,330 on sales to C. Green Zone Limited does not have group registration. അവര് ഗ്രൂപ്പ് രജിസ്ട്രേഷൻ ഒന്നും നടത്തിയിട്ടില്ല എന്ന്. ദാറ്റ് മീൻസ് അപ്പൊ ഇൻട്രാ ഗ്രൂപ്പ് സപ്ലൈസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഓൾറെഡി ഉള്ള ഔട്ട്പുട്ട് വാറ്റായ 38,210 കൂടെ സി ലിമിറ്റഡിന് സെയിൽ ചെയ്തിരിക്കുന്ന 4,330 എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. Then the managing director of Green Zone Limited is provided with a free fuel for his company car, and the total cost of fuel for the car for quarter ended 500, and 60% the mileage is for private mileage. നമ്മളോട് പറഞ്ഞിരിക്കുക മാനേജിംഗ് ഡയറക്ടർ ഇവിടെ ഓൾറെഡി ഒരു ഫ്യൂവൽ യൂസ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ ഫ്യൂവൽ പ്രത്യേകം ശ്രദ്ധിക്കണ്ടോ, ഇവിടെ നിങ്ങൾ ഇൻപുട്ട് വാറ്റ് ഫിഗർ എന്ന് പറഞ്ഞിട്ടില്ല. ഇത്രയും നേരം ഔട്ട്പുട്ട് വാറ്റ് ഫിഗർ എന്ന് പറഞ്ഞു. ഇത് ടോട്ടൽ കോസ്റ്റ് എന്നാ പറഞ്ഞു. ടോട്ടൽ കോസ്റ്റ് 500 ആണ്. 60% പ്രൈവറ്റ്. ദാറ്റ് മീൻസ് ബോത്ത് ബിസിനസ് ആൻഡ് പ്രൈവറ്റ് ആണ്. Then Green Zone Limited wishes to use the fuel scale charge. Fuel scale charge already തന്നിരിക്കുവാണ്. 11 quarterly scale charge is 334. All figures are inclusive of VAT. നമുക്കറിയാം ഫ്യൂൽ സ്കെയിൽ ചാർജ് ഔട്ട്പുട്ട് വാറ്റ് ആക്കണം. 334 divided by 120 into 20. ഫുൾ ഫ്യൂൽ എക്സ്പെൻസ് ഇൻപുട്ട് വാറ്റ് ആയിട്ട് ഡിഡക്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, 27 റീക്ലൈമബിൾ ആണോ പേയബിൾ ആണോ? നമുക്ക് തിരിച്ച് റീഫണ്ട് അല്ലെ? നെഗറ്റീവ് അല്ലേ? നെഗറ്റീവ് ആകുമ്പോൾ റീക്ലൈമബിൾ ഓർ റീഫണ്ടബിൾ എന്നാണ് അതിന്റെ മീനിങ്. നെഗറ്റീവ് വന്ന് അല്ലേ? ഇൻപുട്ട് വാറ്റ് ഉണ്ടോ? ഇത്രയും നേരം എക്സ്പെൻസ് ടോട്ടൽ കോസ്റ്റ് പറഞ്ഞു. ഇവിടെ അടുത്ത നോക്കിയാൽ ഇൻപുട്ട് വാറ്റ്. ഇതിന് പിന്നെയും കൊണ്ട് വാറ്റ് കണ്ടുപിടിക്കരുത്. ഇൻപുട്ട് വാറ്റ് 12,770 വാസ് ഇൻ റെസ്പെക്ട് ഓഫ് ആൻ എക്സ്പെൻസ് ആൻഡ് ദിസ് ഫിഗർ ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ്. ഇനി 12,770 തന്നിരിക്കുന്ന ഇൻപുട്ട് വാറ്റ് ഫിഗർ ആണ്. അതിന്റെ അകത്ത് ഇന്ന ഐറ്റംസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തു. നിങ്ങൾ നോക്കേണ്ടത് ഇതെല്ലാം ഇൻക്ലൂഡ്സ് ആണോ എക്സ്ക്ലൂഡ്സ് ആണോ എന്നുള്ളതായിരിക്കും ചെക്ക് ചെയ്യേണ്ടത്. എന്റർടൈനിങ് UK കസ്റ്റമേഴ്സ് എലിജിബിൾ ആണോ? അല്ല. അല്ല, എലിജിബിൾ അല്ല. ഓവർസീസോ? എലിജിബിൾ ആണ്. എലിജിബിൾ ആണ്. യെസ്. റീപെയിന്റിംഗ്? എലിജിബിൾ ആണ്. എക്സ്റ്റൻഷൻ? എലിജിബിൾ ആണ്. ഓർത്തോണം
പ്രത്യേകം ഞാൻ പറയാറുള്ളതാണ്. വാറ്റിന്റെ കേസിൽ റവന്യൂ നേച്ചേഴ്സും ക്യാപിറ്റൽ നേച്ചർ എക്സ്പെൻഡിച്ചറും എല്ലാം എങ്ങനെയായിരിക്കും? അലൗഡ് ആയിരിക്കും. പ്രത്യേകം ശ്രദ്ധിച്ചോണം. റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സും ഫുള്ളി അലൗഡ് ആണ്. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. വാറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ. CGT-ലാണെങ്കിൽ നമുക്കറിയാം റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് റിപ്പയേഴ്സോ കാര്യങ്ങളോ ഒന്നും റീപ്ലേസോ ഒന്നും ഡിഡക്ഷൻ അലൗഡ് അല്ല. അതേസമയം P&L പോയിന്റ് ഓഫ് വ്യൂ എക്സ്റ്റൻഷനോ കാര്യങ്ങളോ അലൗഡ് അല്ല. പക്ഷെ വാറ്റിന്റെ അകത്ത് റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സും നമുക്ക് ഡിഡക്ഷൻ അലൗഡ് ആയിരിക്കും. ബോത്ത് റവന്യൂ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് ആർ അലൗബിൾ ഫോർ വാറ്റ്. സോ therefore ടോട്ടൽ ഇൻപുട്ട് വാറ്റില് അലൗഡ് അല്ലാത്തത് 210 മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ 210 ഡിഡക്ട് ചെയ്ത ബാലൻസ് ഫുള്ളും ഇൻപുട്ട് വാറ്റ് ഡിഡക്ട് ചെയ്യാം. ഇൻപുട്ട് വാറ്റ് ഫിഗർ തന്നിരിക്കുന്ന പെർസെന്റേജ് അപ്ലൈ ചെയ്യരുത്. Then what is the amount of output VAT charge on the sales? Note number 1 and 2. Note number 1 നമ്മുടെ C ലിമിറ്റഡുമായിട്ടും കൂടെ ട്രാൻസാക്ഷൻ നടത്തിയത് അത് കണ്ടോ. 38,210 പ്ലസ് 4,330 വാറ്റ് ഫിഗർ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, 42,540. Then next question. What is the net amount of VAT payable or recoverable for the provision of the fuel for the managing director's company car? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് 27 recoverable. Then what is the amount of input VAT recovered on the expense note number 4? എത്രയാ ഇൻപുട്ട് വാറ്റ് റിക്കവർ ചെയ്യാന്ന്? 12,560. അതായത് 12,770 മൈനസ് 210 മാത്രമേ റിക്കവർ ചെയ്യാൻ പറ്റില്ലാത്തുള്ളൂ. സോ 12,560. ദെൻ നമ്മൾ മുമ്പേ ഗ്രൂപ്പ് ശ്രദ്ധിച്ചായിരുന്നല്ലോ. ആരൊക്കെയാ? ഐഡന്റിഫൈ ബൈ ക്ലിക്കിംഗ് ഓൺ ദ റിലവന്റ് ബോക്സസ് ഇൻ ദ ടേബിൾ ബിലോ. ഓൾറെഡി പറഞ്ഞിരുന്നു ഗ്രൂപ്പിൽ മെമ്പേഴ്സ് അല്ലാത്ത ആക്ച്വലി ഡി ഓവർസീസ് ആയതുകൊണ്ടും ബി ഓൾറെഡി ഏതിലാണ്? 40% ഉള്ളൂ, 50% ഇല്ല. അതുകൊണ്ട് ബിയും എലിജിബിൾ അല്ല. ബിയും ഡിയും. അപ്പൊ എ എങ്ങനെയായിരിക്കും? എ എലിജിബിൾ ആണ്, ഗ്രൂപ്പിലെ മെമ്പർ ആണ്. ദെൻ ബി നമ്മൾ പറഞ്ഞു എലിജിബിൾ അല്ല, ഡിയും പറഞ്ഞു എലിജിബിൾ അല്ല. Then which two of the following statements about VAT group registration are correct? Group registration. Each VAT group must appoint a representative member which accounts for the group's output and input tax. Okay, നമുക്കറിയാം അത് കറക്റ്റ് ആണ്. ഒരു റെപ്രസെന്റേറ്റീവ് മെമ്പറെ അപ്പോയിന്റ് ചെയ്യും. ഇനി ഒരു റെപ്രസെന്റേറ്റീവ് മെമ്പറെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്, അവരാണോ ഫുള്ളി ലൈബിള്? അല്ല, അവർ ഫുള്ളി ലൈബിൾ ആകണം എന്നൊന്നും കമ്പൽസറി ഇല്ല. Then all eligible companies must be part of the group registration. മോർ ദാൻ 50% ഹോൾഡ് ചെയ്യുന്നുണ്ടോ ഉടനെ അവിടെ ഗ്രൂപ്പ് രജിസ്ട്രേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? ഒരു കമ്പൽസറിയും ഇല്ല. Then any supply of goods or services by a member of the group to another member of the what is disregarded for what purpose? ഈ ലേറ്റ് രജിസ്ട്രേഷൻ എന്തെങ്കിലും ഡിഫോൾട്ട് സർചാർജ് പെനാലിറ്റി ഉണ്ടാവും? അതല്ല മറ്റേ 2%, 5% അതല്ല ഉദ്ദേശിച്ചത്. ലേറ്റ് രജിസ്ട്രേഷൻ അത് ഡിഫോൾട്ട് പേയ്മെന്റിനല്ലേ? ലേറ്റ് രജിസ്ട്രേഷനും നോർമൽ കേസിലുണ്ട്. രജിസ്ട്രേഷൻ മറ്റേ സെൽഫ് അസസ്മെന്റിലില്ലേ?
ഫയലിംഗ് ഡേറ്റിന്റെ അത് കേട്ടായിരുന്നോ? സിം നോക്കിയ ക്വസ്റ്റ്യൻ. ഈ ക്യാഷ് അക്കൗണ്ടിങ് സ്കീമിന് സെപ്പറേറ്റ് ടാക്സ് പോയിന്റ് വല്ലതും ഉണ്ടോ? നമ്മളൊരു ക്യാഷ് അക്കൗണ്ടിങ് സ്കീം ഫോളോ ചെയ്യുന്ന ട്രേഡർ ആണെങ്കിൽ പ്രത്യേകിച്ച് ടാക്സ് പോയിന്റ് എന്തെങ്കിലും ഉണ്ടോ? പ്രത്യേകിച്ച് ഒരു ടാക്സ് പോയിന്റും ഇല്ല. അതായത് സ്റ്റഡി ഹബിൽ നിന്ന് ഡൗട്ട് വന്നതാ. അതായത് ഞാൻ പറഞ്ഞ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഇത്രയാണ്. നോർമൽ കേസ് നമുക്കറിയാം ബേസിക് ടാക്സ് പോയിന്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ബേസിക് ടാക്സ് പോയിന്റിൽ നിന്ന് ബാക്കിലേക്ക് അതായത് ആക്ച്വൽ ടാക്സ് പോയിന്റ് കണ്ടുപിടിക്കാൻ നേരത്ത് നമ്മുടെ വാറ്റ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് ഓർ പേയ്മെന്റ് റിസീവ് ചെയ്ത ഡേറ്റ് ഏർലിയർ എടുക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. പക്ഷെ ഒരു ക്യാഷ് അക്കൗണ്ടിങ് സ്കീം ആണെങ്കിൽ ആ ക്യാഷ് റിസീവ് ചെയ്ത ഡേറ്റ് തന്നെയല്ലേ ആക്ച്വൽ ടാക്സ് പോയിന്റ്. വേറെ എന്തെങ്കിലും ആയിട്ട് കമ്പയർ ചെയ്യാനുണ്ടോ? ക്യാഷ് അക്കൗണ്ടിങ് സ്കീം ആണെങ്കിൽ ഓർത്തിരുന്നോണം. അവിടെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് പറഞ്ഞെങ്കിൽ മാത്രം ആ ക്വസ്റ്റ്യൻ അവർ പറയുന്നുണ്ട് ക്യാഷ് അക്കൗണ്ടിങ് സ്കീം ഫോളോ ചെയ്യുന്ന ഒരു ട്രേഡറാണ്. ക്യാഷ് അക്കൗണ്ടിങ് സ്കീം ഫോളോ ചെയ്യുന്ന ഒരു ട്രേഡർ ആണെങ്കിൽ അത് പിന്നെ ക്യാഷ് റിസീവ് ചെയ്യുന്ന ഡേറ്റ് ഏതാണോ അതായിരിക്കും നിങ്ങളുടെ ആക്ച്വൽ ടാക്സ് പോയിന്റ്. ശ്രദ്ധിച്ചോണം ആ ഒരു കാര്യം. ക്യാഷ് അക്കൗണ്ടിങ് സ്കീം ഫോളോ ചെയ്യുന്ന ഒരു ട്രേഡർ ആണ് നിങ്ങളെങ്കിൽ ക്യാഷ് റിസീവ് ചെയ്യുന്ന ഡേറ്റ് ആയിരിക്കും നിങ്ങളുടെ ആക്ച്വൽ ടാക്സ് പോയിന്റ്. Then question sim. SIM has been registered for what? Since 1st April 2007 and the following information is available for the year ended March 23. Sales invoice totaling 1,26,000 were issued, of which 1,15,200 were in respect of standard rate sales and 10,800 in respect of zero rate sales. ഇനി ഇവിടെയും ഇതുണ്ടോ? All of the above figures are inclusive of what were applicable. നമ്മളോട് പറയുന്ന above figures are inclusive എന്നാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ സ്റ്റാൻഡേർഡ് റേറ്റ് സെയിൽസ് ആകുമ്പോൾ 1,15,200 into 20 divided by 120. സീറോ സെയിൽസ് ആണെങ്കിൽ നമുക്കറിയാം 0%. Then the purchase invoice totaling 49,200 were received, of which 43,200 were in respect of standard rate purchase and 6,000 were respect of zero rate purchase. നമ്മളോട് പറഞ്ഞിങ്ങനെ സ്റ്റാൻഡേർഡ് റേറ്റ് പർച്ചേസ് ആണ്. പർച്ചേസ് ആകുമ്പോൾ നമുക്ക് ഡിഡക്ഷൻ അലൗഡ് ആണ്. 43,200 into 20 divided by 120. സീറോയുടെ നമുക്കറിയാം ഡിഡക്ഷൻ അലൗഡ് അല്ല. Then on 31st March 23, SIM wrote off 2 impairment losses, of which in respect of the standard rate sales, the first impairment loss was 780, was in respect of the sales invoice which had been due for the payment of 15th August 22. നമ്മളിപ്പോ പ്രിപ്പയർ ചെയ്യുന്ന ക്വാർട്ടർ എന്ന് പറയുന്നത് 31st March 23. അപ്പം 15th August 22. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി. 15th February 23. നമുക്കറിയാം 31st March ക്വാർട്ടറിൽ ഇൻക്ലൂഡഡ് ആണ് 780. Then the second impairment loss of 660 was in respect of the sales invoice which had been due for the payment of 15th September. അപ്പൊ അടുത്തത് നമ്മൾ നോക്കേണ്ടത് 15th സെപ്റ്റംബറിൽ നിന്നും. ഓഗസ്റ്റ് ഫെബ്രുവരി ആണെങ്കിൽ സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ അത് എന്തായാലും 15th March 23 വരിക.
അപ്പം അതും നമുക്കറിയാം നമ്മുടെ ക്വാർട്ടറിൽ തന്നെയാണ്. സോ 2 ഇമ്പയർമെന്റ് ലോസ് ഫിഗറും ഡിഡക്ഷൻ അലൗഡ് ആണ്. ക്വസ്റ്റ്യനിൽ ഒന്നും പറയാത്തത് കൊണ്ട് അത് ഇൻക്ലൂസീവ് ആക്കണം. മീൻസ് ക്വസ്റ്റ്യൻ ഒന്നും പറയാത്തത് കൊണ്ട് അവിടെ പ്രത്യേകം എക്സ്ക്ലൂസീവ് എന്ന് പറയാത്തത് കൊണ്ട് ഇൻക്ലൂസീവ് ഫിഗർ ആയിരിക്കും. Then during the quarter ended March 23, SIM spent 2,600 on mobile telephone call, of which 40% related to private call. 40 എത്രയാ? അപ്പൊ പിന്നെ അപ്പോർഷൻ ഓർ ഡിഡക്ഷൻ അലൗഡ് 60%. 60% ആയ ബിസിനസ് പ്രൊപ്പോർഷൻ. സോ therefore 2,600 into 60% into 20 divided by 120. Then during the quarter ended March 23, SIM spent 1,560 on entertaining customers, of which 240 was in respect of overseas customers. But total 1,560 240 ആണ് ഓവർസീസ്. നമുക്കറിയാം 240 മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഡിഡക്ഷൻ അലൗഡ് ഉള്ളൂ. 240 into 20 divided by 120. SIM does not use either cash accounting scheme or flat rate scheme. If he did use the flat rate scheme, the relevant percentage of his business is 12%. What is the net amount of VAT payable on the sales, note number 1, and the purchase of note number 2? അപ്പോൾ നോട്ട് നമ്പർ 1ഉം 2ഉം കൂടെ കമ്പയർ ചെയ്തിട്ട് നെറ്റ് വാറ്റ് സെയിൽസ് എത്രയാണ്? ഇത് 1,15,200 ഡിവൈഡ് ബൈ 120 into 20യും 43 minus 43,200 ചെയ്ത് നോക്കിയേ. ഒന്നും പറഞ്ഞില്ലെങ്കിൽ എക്സ്ക്ലൂസീവാ. പക്ഷെ സെക്ഷൻ ബി ടൈപ്പിൽ എപ്പോഴും നോക്കണം, മിക്കവാറും ഒരു ലാസ്റ്റിലായിരിക്കും. ഇപ്പൊ കണ്ടപ്പോ നമ്മൾ ചെയ്ത എല്ലാ ക്വസ്റ്റിനും അതെ ലാസ്റ്റിൽ അവര് ഇൻക്ലൂസീവ് ആണോ എക്സ്ക്ലൂസീവ് ആണോ എന്ന് പറയുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചിട്ടേ ചെയ്തു തുടങ്ങാവുള്ളൂ. ഒന്നും പറഞ്ഞില്ല എക്സ്ക്ലൂസീവ് തന്നെയാണ്. ഓക്കെ, 12,000. Then what is the amount of input tax which can be recovered on the impairment loss, note number 3? നോട്ട് നമ്പർ 3 ഇമ്പയർമെന്റ് ലോസുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തുമാത്രം റിക്കവർ ചെയ്യാം? 780 plus 660 divided by 120 into 20. Okay, 240. Then what is the amount of input VAT which can be recovered on the expenditure on the mobile phone, note number 4, and entertaining customers, note number 5? എന്തുമാത്രം ഇൻപുട്ട് VAT റിക്കവർ ചെയ്യാൻ? നോട്ട് നമ്പർ 4 and 5. നമുക്കറിയാം നോട്ട് നമ്പർ 4 2,600 into 60% into 20 divided by 120. മറ്റേ 240 into 20 divided by 120 ചെയ്ത് നോക്കിയേ. Okay, 216 40. Okay. Then question number 3, note 8. ഫ്ലാറ്റ് റേറ്റ് സ്കീമിന്റെ ജോയിനിങ് ആൻഡ് ലീവിങ് ലിമിറ്റ് ആണ്. ഹാർഡ് കോപ്പി നോക്കിയിട്ടേ പറയാവുള്ളൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ
ഏതൊക്കെയാണ്? Taxable turnover excluding VAT not more than 1,50,000 in next 12 months and taxable total turnover including VAT അല്ലേ not more than 2,30,000 next 12 months. Yes, അപ്പൊ കപ്ലാനിലൊക്കെ ഈ 1,50,000 ഇൻക്ലൂഡിങ് കാണിക്കുന്നത് മിസ്റ്റേക്ക് ആയിരിക്കും. 1,50,000 ഇൻക്ലൂഡ് ഇതിലും ഉണ്ട്, BPP-യിലും ഉണ്ട് ഇൻക്ലൂഡിംഗ് കൊണ്ട് ഒന്ന് രണ്ട് സ്ഥലത്ത് ഇതിന്റെ കിടപ്പുണ്ട് ഫ്ലാറ്റ് റേറ്റിൽ. നിങ്ങൾ വേണേൽ ടെക്സ്റ്റ് റെഫർ ചെയ്തു, എക്സ്ക്ലൂഡിംഗ് ശരിക്കും. BPP-യിലും വേറെ സ്ഥലത്ത് മിസ്റ്റേക്ക് ഉണ്ട്. നമ്പർ ഞാൻ മറന്നു, നമ്പർ ക്വസ്റ്റ്യൻ നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ടില്ല. ഒന്ന് രണ്ട് സ്ഥലത്ത് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. നിങ്ങൾ എന്നിട്ട് ടെക്സ്റ്റ് കൂടെ റെഫർ ചെയ്യുക. ടെക്സ്റ്റിൽ എക്സ്ക്ലൂഡിംഗ് ആണ്, ഇല്ല മറ്റേ പാട് രണ്ടിലും കിടക്കണം. Then how much VAT would Sim have paid in the year ended March 23 if he had been flat rate scheme for the whole that year? അപ്പം ഫുൾ ഇയറും ഇവർ ഫ്ലാറ്റ് റേറ്റ് സ്കീം ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ എത്രയായിരിക്കും എമൗണ്ട് എന്ന്. ഓൾറെഡി ഫ്ലാറ്റ് റേറ്റ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട് നമുക്ക് 12. നമ്മൾ ഫ്ലാറ്റ് റേറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇൻക്ലൂസീവ് ടേൺ ഓവർ ഇൻറ്റു പെർസെൻറ്റേജ്. ഡിഡക്ഷൻ എന്തെങ്കിലും ഉണ്ടോ? ഡിഡക്ഷൻ ഇല്ല, ഓർത്തോണം. ഡിഡക്ഷൻ ഒന്നും ഇല്ല, ജസ്റ്റ് ഇൻക്ലൂസീവ് ടേൺ ഓവർ ഇൻറ്റു പെർസെൻറ്റേജ് എന്ന് മാത്രമേ ഉള്ളൂ. ഇൻക്ലൂസീവ് ടേൺ ഓവർ ഇൻറ്റു പെർസെൻറ്റേജ് എത്രയാണ്? പെട്ടെന്ന് ചെയ്ത് നോക്കിയേ. 12%. ഇൻക്ലൂസീവ് ടേൺ ഓവർ മാത്രമേ ഉള്ളൂ. 1,15,200. നമുക്കറിയാം അവിടെ എക്സംറ്റോ സീറോയോ ഒന്നും എക്സ്ക്ലൂഡ് ചെയ്യില്ല. റെഡി? $13,284. Okay. Idar Limited. കൗണ്ട് ചെയ്തേന്ന് നിങ്ങൾ. ഹിസ്റ്റോറിക്കൽ ടെസ്റ്റിന്റെ കേസാ. ഹിസ്റ്റോറിക്കൽ ടെസ്റ്റ് നമുക്കറിയാം ക്യുമുലേറ്റീവ് ആയിട്ട് ടാക്സിബിൾ പ്ലേസ് സം ചെയ്യുക ചെയ്യേണ്ടത്. 12 മന്തിൽ കൂടാൻ പാടില്ല. ഏത് മന്തിലാണ് 86,000 എക്സീഡ് ആകുന്നതെന്ന് നോക്കണം. 85,600. അപ്പം ഓൾറെഡി ഓർക്കുക, നോർമലി 12 ആയെങ്കിൽ പിന്നെ അടുത്ത 12 ആയിട്ടും എക്സീഡ് ആയില്ലെങ്കിൽ നമ്മൾ ഉടനെ 13th മന്ത് ആഡ് ചെയ്യും. അപ്പം ഫസ്റ്റ് മന്ത് ഡിഡക്ട് ചെയ്യണം. 14th മന്ത് ആഡ് ചെയ്യും, സെക്കൻഡ് മന്ത് ഡിഡക്ട് ചെയ്യണം. ചെയ്ത് വന്നേ. എല്ലാവരും ആഡ് ചെയ്യണം. ഇങ്ങനത്തെ സ്റ്റൈൽ ക്വസ്റ്റ്യൻസ് വരുന്ന ആഡ് ചെയ്ത് നോക്കാതെ കിട്ടിയല്ല.
Okay. 14th month ആയപ്പോൾ നമുക്ക് exceed ആയി. Then pre-registration expenditure. Tidar paid the following standardized services prior to registering for VAT on 1st January 22. 1st January 22 രജിസ്റ്റർ ചെയ്തു. നമുക്കറിയാം ഗുഡ്സ് നോൺ കറണ്ട് അസറ്റ് ആണെങ്കിൽ ബൈക്കിലേക്ക് 4 ഇയേഴ്സും സർവീസ് ആണെങ്കിൽ നമുക്ക് ബൈക്കിലേക്ക് 6 മന്തുമാണ് ഇൻപുട്ട് വാറ്റ് ക്ലെയിം ചെയ്യാവുന്നത്. ഇത് ഓൾറെഡി സർവീസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. Then 10th June 21 നമുക്കറിയാം 1st January 22 ആണെങ്കിൽ ബൈക്കിലേക്ക് 6 മന്ത് സർവീസ് എന്ന് പറയുമ്പോൾ 1st July 21 സ്റ്റാർട്ട് ചെയ്യുക. ദാറ്റ് മീൻസ് ഇത് മോർ ദാൻ 6 മന്ത് ആയി, അതുകൊണ്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ദെൻ മറ്റേത് 8th December 21 ആണ്, ലെസ് ദാൻ 6 മന്ത് ആണ്. അപ്പൊ താഴേക്ക് നോക്കിയേ, ബോത്ത് ഫിഗേഴ്സ് ആർ എക്സ്ക്ലൂസീവ് വൺ. Tidar paid for the advertisement 300 by cash and she does not have any evidence for this transaction. പറ്റുമോ? ഇല്ല. പ്രോപ്പർ എവിഡൻസ് ഉണ്ടായിരിക്കണം. നമ്മൾ പ്രീ രജിസ്ട്രേഷൻ ഇൻപുട്ട് വാറ്റ് പ്രകാരം ഡിഡക്ട് ചെയ്യണമെങ്കിൽ പ്രോപ്പർ ഇൻവോയ്സ് ഉണ്ടെങ്കിൽ, പ്രോപ്പർ എവിഡൻസ് ഓർ പ്രോപ്പർ ഇൻവോയ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡിഡക്ഷൻ അലൗഡ് ഉള്ളൂ. സോ ദെയർഫോർ ഇവിടെ ബോത്ത് ആർ 0 ആണ്, രണ്ടും ഡിഡക്ഷൻ അലൗഡ് അല്ല. Then Tidar's VAT return for the quarter ended 30th September 22 was filed by the submission deadline on 7th November 22 and related VAT liability was paid on time. However, on 15th February 23, Tidar discovered that the amount of VAT paid was understated by 1,200 as a result of incorrectly treating a standard rate sales as 0 rated. Given that the underpayment does not exceed 10,000, Tidar is permitted to correct this error on her VAT return for the quarter ended March 23. And this is what she will do. Tidar will file this VAT return by the submission deadline on 7th May 23 and pay the related VAT liability. അപ്പൊ എങ്ങനെയായിരിക്കും? നമുക്കറിയാം നോർമൽ കേസിൽ ഒരു VAT ഇറർ ഉണ്ടായെങ്കിൽ ഉടനെ നെക്സ്റ്റ് സെപ്പറേറ്റ് ഡിസ്ക്ലോസ് ചെയ്യണമെങ്കിൽ എങ്ങനെയാ? നിങ്ങളുടെ ലിമിറ്റിനേക്കാളും അല്ലെ, ഇവിടെ 10,000 ആണെന്ന് പറഞ്ഞേ, അപ്പൊ ലിമിറ്റിനേക്കാളും ബിലോയ, 10,000 ബിലോയ, അപ്പൊ ഒരു സെപ്പറേറ്റ് ഡിസ്ക്ലോഷർ കൊടുക്കണോ? വേണ്ട. നെക്സ്റ്റ് എന്നാണ് നോർമൽ വേയിൽ എന്നാണോ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ആ ഒരു ടൈമിൽ മാത്രം നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. സെപ്പറേറ്റ് ഡിസ്ക്ലോഷറോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കൊടുക്കണ്ട. Then VAT return for the quarter ended March 23. Tidar is currently completing her VAT return for quarter ended March 23 and is unsure as how much of the input VAT non-deductible. പ്രത്യേകം ശ്രദ്ധിക്കുക, non-deductible in respect of 2 items. ഈ പറയാൻ പോകുന്ന ഐറ്റമായിട്ട് റിലേറ്റഡ് non-deductible, deductible അല്ല, non-deductible എന്നാണ് പറഞ്ഞിരിക്കുന്നത്. During the quarter ended 31st March 23, Tidar spent 800 on entertaining UK customers. എന്തെങ്കിലും ഡിഡക്ട് ചെയ്യാൻ പറ്റുമോ? UK കസ്റ്റമേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് ഡിഡക്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ നോൺ ഡിഡക്റ്റബിൾ ഏതാ? 800 into 20% എന്താ? നോൺ ഡിഡക്റ്റബിൾ. ഡിഡക്ട് ചെയ്യാൻ പാടില്ല, അങ്ങനെയും ക്വസ്റ്റൻ ഉണ്ട്. ഇറിക്കവറബിൾ, നോൺ ഡിഡക്റ്റബിൾ. എന്റർടൈനിങ് UK കസ്റ്റമേഴ്സ് നമുക്കറിയാം ഡിഡക്ഷൻ അലൗഡ് അല്ല. അതുകൊണ്ട് നോൺ ഡിഡക്റ്റബിൾ ചോദിക്കുമ്പോൾ 800 into 20% ആയിരിക്കും. Then, during the quarter ended 31st March 23, Tidar leased a car at a cost of 700 and the car is used by Tidar and 75% of the mileage is for private journeys. Lease cost എന്തുമാത്രം പെർസെന്റേജ് ഡിഡക്ട് ചെയ്യാവുന്നേ? 50%. 50%. അപ്പൊ നോൺ ഡിഡക്റ്റബിൾ ഏതാ? റിമൈനിങ് 50%. അപ്പൊ ഇവിടെ 700 into 50% into എക്സ്ക്ലൂസീവ് ആയതുകൊണ്ട് 20%. നോൺ ഡിഡക്റ്റബിളും സെയിം. ബിസിനസ്സിനോ പ്രൈവറ്റിനോ അപ്പോർഷൻ ചെയ്യണോ?
വേണ്ട. പ്രത്യേകം ശ്രദ്ധിക്കുക, ബിസിനസ്സിനോ പ്രൈവറ്റിനോ അപ്പോർഷൻ ചെയ്യാനില്ല. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ വിച്ച് month did TIDAR exceed the VAT threshold for the compulsory registration? ഏത് മന്തിലാണ് കണ്ടുപിടിച്ച് വെച്ച് നമ്മള് 14th മന്തിൽ അല്ലെ കമ്പൽസറി ആയിട്ട് എക്സീഡ് ആവും. സോ ആ ടൈമിൽ കമ്പൽസറി ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. വാട്ട് എമൗണ്ട് ഓഫ് പ്രീ രജിസ്ട്രേഷൻ ഇൻപുട്ട് VAT TIDAR able to recover in respect to the expenditure incurred prior to registering for VAT 1st January 22? 0. കാരണം നമുക്കറിയാം ഒന്ന് മോർ ദാൻ 6 month ആയി. മറ്റേ കേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രോപ്പർ ഇൻവോയ്സോ കാര്യങ്ങളോ ഇല്ല, അതുകൊണ്ട് നമുക്ക് ഡിഡക്ഷൻ അലൗഡ് അല്ല. Then, within what period must TIDAR issue an invoice after making a standardized supply, and how long must these invoice then normally be retained by TIDAR? എത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ വാറ്റ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം, എത്ര നാള് നമ്മൾ ഇത് റീറ്റെയിൻ ചെയ്യണം? എത്ര ഡേയ്സിനുള്ളിൽ വാറ്റ് ഇൻവോയ്സ്? 30 ഡേയ്സിനുള്ളിൽ വാറ്റ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. റെക്കോർഡ്സ് കീപ്പ് ചെയ്യേണ്ടത് 6 years. കീപ്പ് ചെയ്തില്ലെങ്കിലത്തെ പെനാലിറ്റിയോ 3,000 pound പെനാലിറ്റിയും ആവും. Then, why will VAT default interest not be charged on TIDAR's underpayment for VAT 1,200 for the quarter ended 30th September 22? അപ്പം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്താ റീസൺ എന്ന് പറയുന്നത്? വൈ വിൽ VAT default penalty interest not be charged? ഏത് സിറ്റുവേഷനിലാണ് നമ്മള് ഡിഫാൾട്ട് ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ട സിറ്റുവേഷൻ ഏതാ? സെപ്പറേറ്റ് എമൗണ്ട് ലിമിറ്റ് കൂടുതലായെങ്കിൽ അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഡിസ്ക്ലോഷർ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യണം അല്ലെ. ഇവിടെ നമുക്കറിയാം സെപ്പറേറ്റ് ഡിസ്ക്ലോഷർ ഒന്നും വേണ്ട. സെപ്പറേറ്റ് ഡിസ്ക്ലോഷർ വേണ്ടാത്തതിനാൽ തന്നെ നമ്മൾ നോർമൽ കേസിൽ ഡീഫാൾട്ട് ഇൻട്രസ്റ്റ് ഒന്നും പേ ചെയ്യണ്ട. ഇതിനായിട്ട് തന്നെ നമ്മളൊരു സെപ്പറേറ്റ് ഡിസ്ക്ലോഷറും കാര്യങ്ങളും ഫോളോ ചെയ്തെങ്കിൽ മാത്രം മതി നമ്മൾ നോർമൽ കേസിൽ സെപ്പറേറ്റ് ഡീഫാൾട്ട് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. ഇറവിയും ബിലോയാണ്, അതുകൊണ്ട് സെപ്പറേറ്റ് ഡിസ്ക്ലോഷർ ഇല്ല. കിട്ടിയോ? Then, for the quarter ended March 23, what is the amount of non-deductible input VAT in respect to the entertaining UK customers and leasing cost of the car? Non-deductible എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ലീസ് കോസ്റ്റിന് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു 700 into 50% into 20%. UK കസ്റ്റമേഴ്സ് നമ്മൾ പറഞ്ഞിരുന്നു 800 into 20% എന്ന് പറഞ്ഞു. കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു 116.70. അപ്പം നോൺ ഡിഡക്റ്റബിൾ. അപ്പം ക്വസ്റ്റ്യനൊക്കെ വായിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഡിഡക്റ്റബിളാ. അപ്പൊ എന്റർടൈനിങ് UK കസ്റ്റമേഴ്സ് കാണുമ്പോൾ നിങ്ങൾ കൊണ്ടേ 0 എന്ന് പറയുകയും ചെയ്യും. കണ്ടോ, ഓപ്ഷനിൽ അങ്ങനെ ഉണ്ട് താനും, 0യും 70യും. ലീസ് കോസ്റ്റ് പിന്നെ മിക്കവാറും 70 തന്നെ ചെയ്തു വെക്കുള്ളൂ. മറ്റത് കൊണ്ടേ നിങ്ങൾ 0 ഇടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ നോൺ ഡിഡക്റ്റബിൾ എമൗണ്ട് എത്രയാന്നാ ചോദിച്ചത്. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഡിഡക്റ്റബിളാ കിടക്കുന്നത്. അത്രേ ഉള്ളൂ സെക്ഷൻ ബി ടൈപ്പ് ക്വസ്റ്റ്യന്. അതിൽ 2 ക്വസ്റ്റ്യൻ മാത്രമേ ചെയ്യാത്തത് നമ്മളുള്ളൂ. ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. അത് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾക്കും ചെയ്യാൻ വേണ്ടേ, സ്വയം ചെയ്ത് നോക്കാൻ. അപ്പോ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഹോംവർക്ക്. ദെൻ എങ്ങനെയായിരിക്കും ഒരു എത്തിക്കൽ പോയിന്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണോ? അതായത് ഇപ്പം സിറ്റുവേഷൻ ഇതാണ്, നിങ്ങളൊരു ട്രെയിനി അക്കൗണ്ടന്റ്, അപ്പം നിങ്ങൾക്ക് ഒരു ക്ലയന്റ് ഉണ്ട്. ക്ലയന്റ് ഓൾറെഡി 85,000 ഒക്കെ എക്സീഡ് ചെയ്തു. അതായത് ടേൺ ഓവർ 85,000 എക്സീഡ് ആയി. നമുക്കറിയാം ഒരു ട്രേഡറിന്റെ ടേൺ ഓവർ 85,000 എക്സീഡ് ആയെങ്കിൽ നോർമൽ കേസിൽ കമ്പൽസറി ആയിട്ട് ആൾ എന്ത് ചെയ്യണം?
വാറ്റിൽ രജിസ്റ്റർ ചെയ്യണം അല്ലെ? നിങ്ങൾ ആളോട് പല പ്രാവശ്യം പറഞ്ഞു ഇനി വല്ല ടൈമായി വാറ്റിൽ രജിസ്റ്റർ ചെയ്യുക, കാരണം നിങ്ങൾ അവരുടെ അക്കൗണ്ടന്റ് ചെയ്യുന്നു പറഞ്ഞു, അവർ ചെയ്തില്ല. അവർ ചെയ്തില്ലെങ്കിൽ അപ്പൊ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പറയുന്ന കേട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? നിങ്ങൾ പറയുന്നതേ അവർ കേട്ടില്ല എങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? എഴുതി വെച്ചോ. റെഫ്യൂസ് ടു രജിസ്റ്റർ ഫോർ വാട്ട് എഴുതിയായിരുന്നോ? എഴുതി വെച്ചിട്ടുണ്ടോ നോട്ടിലൂടെ? എഴുതി. refuse to register for what? അതായത് അവര് പല പ്രാവശ്യം റെഫ്യൂസ് ചെയ്ത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞ ആരും കേൾക്കില്ലെങ്കിൽ പിന്നെ അവിടെ നമ്മൾ നിന്നിട്ട് കാര്യമുണ്ടോ? ഞാൻ നിങ്ങളോട് ക്യാമറ ഓൺ ആക്കാൻ പറഞ്ഞു, നിങ്ങൾ ഓൺ ആക്കിയില്ലെങ്കിൽ പിന്നെ ഞാൻ ഓഫാക്കിയിരിക്കല്ലേ ഏറ്റവും നോർമലി നല്ലത് എന്ന് പറഞ്ഞ പോലെ. പറഞ്ഞാൽ കേൾക്കില്ലാത്തത് നിൽക്കുമല്ലേ നല്ലത്, അല്ല നിൽക്കാതിരിക്കുമല്ലേ നല്ലത്. അതുകൊണ്ട് നമ്മൾ അവിടുന്ന് തന്നെയും അവിടുത്തെ ജോലി രാജിവെക്കും. ആയിരിക്കും യു ഷുഡ് സീസ് ടു ആക്ട് ഫോർ ഹിം. യു ഷുഡ് സീസ് സ്റ്റോപ്പ് എന്നുള്ളൊരു മീനിങ്. യു ഷുഡ് സീസ് ടു ആക്ട് ഫോർ ഹിം. ഫസ്റ്റ് പോയിന്റ്. അവിടെ ഇനി വർക്ക് ചെയ്യണ്ടെന്ന് വെക്കും. സെക്കൻഡ് പോയിന്റ്, യു മസ്റ്റ് നോട്ടിഫൈ. യു മസ്റ്റ് നോട്ടിഫൈ HM Revenue and Customs. You must notify HM Revenue and Customs that you no longer act for him. അവരോട് HMRCയോട് ചെന്ന് പറയും, ഇൻഫോം ചെയ്യും. HMRCയോട് ആകെ പറയുന്നത് ഞാൻ ഇനി അവിടെ വർക്ക് ചെയ്യുന്നില്ല എന്നേ പറയുള്ളൂ. എന്താണ് അവിടെ വർക്ക് ചെയ്യാത്ത, എന്തുകൊണ്ട് ഞാൻ അവിടുന്ന് ലീവ് ചെയ്യുന്നു, ഒരിക്കലും റീസൺ മെൻഷൻ ചെയ്യരുത്. ഞാൻ അവിടുത്തെ ആ കമ്പനിയിൽ നിന്ന് ലീവ് ചെയ്യുകയാണെന്ന് മാത്രം പറയണം. ഓക്കെ. യു മസ്റ്റ് നോട്ടിഫൈ HM Revenue and Customs that you no longer act for him. That you no longer act for him. Then, although you should not provide any reason for this. Although you should not provide any reason for this. Although you should not provide any reason for this. Reason ഒന്നും കൊടുക്കണ്ട, but leave ചെയ്യാന്നുള്ളു. And third point, report to money laundering regulation. Report to money laundering regulation. Report to money laundering regulation. ഇതെയോ? പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്യാനാണോ ചോദിക്കുന്നത് അതോ? അല്ല, പോയിന്റ്സ് ഐഡന്റിഫൈ അല്ല. ഈ സെക്ഷൻ സിയിലെങ്ങാനും വന്നെങ്കിൽ, ബിയിലൊന്നും ഇങ്ങനെ വരില്ല. സെക്ഷൻ സിയിൽ വേണമെങ്കിൽ നമുക്ക് ടാക്സ് പ്ലാനിങ്ങിന്റെ ക്വസ്റ്റ്യൻ ഏത് രീതിയിൽ വേണമെങ്കിലും വരാം. നമുക്ക് എങ്ങനെയാ വരാൻ പറ്റുന്നതെന്ന് പറയാനില്ല. ഇതുണ്ടോ ഇവിടെ, ഇതിപ്പോ ഒരു സെക്ഷൻ സി ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 322 ടാക്സ് പ്ലാനിങ് ക്വസ്റ്റ്യൻ ഒന്നും അല്ല. ബട്ട് ഇവിടെ പറഞ്ഞേക്കണോ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഫ്രം ആൻ എത്തിക്കൽ വ്യൂ പോയിന്റ് ദ ഇഷ്യൂസ് യു ആസ് എ ട്രെയിനി ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ട് ഷുഡ് കൺസിഡർ ഇൻ ഓർഡർ ഫോർ യുവർ ഫെയിം ടു ഡീൽ വിത്ത് റിച്ചാർഡ്സ് റിഫ്യൂസൽ ടു രജിസ്റ്റർ ഫോർ വാറ്റ്. വാറ്റിൽ രജിസ്റ്റർ ചെയ്യാനോ ഇതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ റെഫ്യൂസ് ചെയ്യുവാണെങ്കിൽ എത്തിക്സുമായിട്ട് കണക്ട് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എന്താണ് ഡയറക്ട്ലി HMRCനെ അറിയിക്കാത്ത നോട്ടിഫൈ ചെയ്യണേ എന്തിനാണോ? ചെയ്യാത്ത എന്താ മണി ലോണ്ടറിങ് റെഗുലേഷനിലെ ചെയ്യും. ഫസ്റ്റ് HMRCനെയല്ലേ ഇൻഫോം ചെയ്യാൻ പറഞ്ഞേക്കണേ. നിങ്ങൾ അവിടുന്ന് ജോലി രാജിവെച്ചിട്ട് ആരെയാ ചെയ്യണ്ടേ? യു മസ്റ്റ് നോട്ടിഫൈ HM Revenue and Customs എന്നല്ലേ പറഞ്ഞേക്കണേ. അതാണല്ലോ പോയിന്റ്. ഞാൻ അവിടുന്ന് ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയിട്ട്, ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് പോയിന്റ്, ഞാൻ അവിടുത്തെ ജോലി വേണ്ടെന്ന് വെക്കും, രാജിവെക്കും. എന്നിട്ട് HMRCയോട് എന്ന് പറയും ഞാൻ അവിടെ കമ്പനിയിൽ നിന്ന് ലീവ് ചെയ്തു, ഞാൻ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയും. അപ്പൊ ഓട്ടോമാറ്റിക്, പക്ഷെ എന്തുകൊണ്ട് ലീവ് ചെയ്യുന്നു എന്ന് റീസൺ പറയരുത്. പക്ഷെ ഓട്ടോമാറ്റിക്കലി ഞാൻ അവിടുന്ന് ലീവ് ചെയ്യുന്നു പറയുമ്പോൾ അപ്പം HMRC തന്നെ ചെക്ക് ചെയ്തോളും എന്തുകൊണ്ടായിരിക്കും ലീവ് ചെയ്യുന്നത്, അവിടെ എന്തെങ്കിലും മാൽ പ്രാക്ടീസ് ഉണ്ടോ, എങ്ങനെയായിരിക്കാം, അവർ ഓട്ടോമാറ്റിക്കലി ചെക്ക് ചെയ്തോളും. അതുകൊണ്ടാണ് പറയുന്നത് റീസൺ ഒരിക്കലും മെൻഷൻ ചെയ്യും. ദെൻ തേർഡ് പോയിന്റ് ആണ് മണി ലോണ്ടറിങ് റെഗുലേഷൻ. ഫസ്റ്റ് പോയിന്റ്, യു ഷുഡ് സീസ്, അതായത് ജോബ് അവിടുന്ന് വേണ്ടാന്ന് വെച്ചു എന്നുള്ള സീസ്.
യു ഷുഡ് സീസ് ടു ആക്ട് ഫോർ ഹിം. അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നില്ല. യു ഷുഡ് സീസ് ടു ആക്ട് ഫോർ ഹിം. കിട്ടിയില്ല? ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പം ഒന്നോ രണ്ടോ ക്വസ്റ്റ്യനും കൂടെ ഇനി പെൻഡിങ് ഉള്ളൂ സെക്ഷൻ ബിയിൽ. ബാക്കി ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ കവർ ചെയ്തു. അപ്പം അത് ഹോംവർക്ക് ആയിട്ട് ഇന്ന് ടാർഗറ്റ് വെച്ച് ചെയ്യുക. ഓൾറെഡി സ്റ്റഡി ഹബ് എന്തായി, തീർന്നോ? അപ്പം അതും പാരലായിട്ട് തീർക്കുക. അടുത്ത റിവിഷൻ ഏതാ നമ്മൾ പറഞ്ഞേക്കണേ? ഇൻകം ടാക്സ് അല്ലേ? കോർപ്പറേഷൻ ആയിരുന്നു. എന്തായാലും കുഴപ്പമില്ല, ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടല്ലോ. ഓക്കെ, വേറെ ഡൗട്ട്സുകളൊന്നും ഇല്ലോ? ഇല്ല. ശരി, എന്നാൽ താങ്ക് യു.